ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിളിച്ചുകൊള്ളണമേ. നമ്മുടെ പരിശുദ്ധ കുംഭസാരം ഏറ്റവും സജീവവും ആത്മാർത്ഥതയുള്ളതായി തീരാൻ മാതാവിൻ്റെ വലിയ സഹായം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിളിച്ചുകൊള്ളണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം. സുന്ദരമൊരു പാട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പാടണം. ഈ അമ്മയുടെ സഹായത്തിന് വലിയ ശക്തിയുണ്ടെന്ന് പരിശുദ്ധ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 14 അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ആ കൂട്ടായ്മയിലാണല്ലോ പരിശുദ്ധാത്മാവെന്ന് അറിയുന്നത്. ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് മറിയമേ നിന്റെ നിത്യസഹായം തേടി പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാക്കിൽപ്പേഴും താങ്ങായി നിന്നെ. പുത്രനേൽപ്പിച്ചു ഭാരമതീത്ത നീ ഞങ്ങളെ കാത്തിടണേ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 27-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ. അതിലെ കടന്നുപോയവരെല്ലാം അവനെ ദുഷിച്ച് പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ടത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ലല്ലോ. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അപ്പോൾ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോ മിശിഹായ്ക്ക്, എല്ലാവരും പറഞ്ഞു ഈശോ മിശിഹായ്ക്ക്, ചിരിച്ചോണ്ട് ഈശോ മിശിഹായ്ക്ക് ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്, നമ്മൾ സുന്ദരമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ ഇത്രയും പേര് തിരുവചനം കേൾക്കാനായിട്ട് വന്നല്ലോ. ഇത്രയും സമയം കർത്താവിൻ്റെ ആലയത്തിൽ ചെലവഴിക്കാനായിട്ട് വന്നല്ലോ. എല്ലാവരും വെള്ളമോ കാപ്പിയോ കുടിച്ചോ? നല്ല ഫ്രഷായി. ഇനി ഒരു കറക്റ്റ് 1 മണിക്കൂർ സമയമുണ്ട്. ഇനിയുള്ളൊരു 3 രംഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയും നല്ല കുമ്പസാരത്തിന് ഒരുങ്ങുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നോമ്പിനൊരുക്ക ധ്യാനമായതുകൊണ്ട് ഈ പീഡാസഹന വിവരണം മാത്രം എടുത്താൽ മതി നമ്മൾ രക്ഷപ്പെടാൻ. നിങ്ങളതിനെ ഗൗരവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. ഈശോ തൻ്റെ പരസ്യജീവിതത്തിൽ ചെയ്ത മുഴുവൻ അത്ഭുതങ്ങൾക്കും എത്രയോ ഉപരിയായിരുന്നു ഈ പീഡാസഹനം എന്ന അത്ഭുതം. അത് നിങ്ങൾ ധ്യാനിച്ചാലും മനസ്സിലാവുള്ളൂ. ഈശോ മിശിഹാ തൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഈശോ ഗത്സമനിൽ രക്തം വിയർത്തു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ പോലും രക്തം വിയർക്കാൻ സാധ്യതയില്ലാത്ത, എന്ന് വെച്ചാൽ വിയർക്കാൻ സാധ്യതയില്ലാത്ത ശീതക്കാറ്റ് വീശുന്ന രാത്രിയാണത്. പക്ഷേ ഇവിടെ ഒരുത്തൻ വിയർക്കുവാണ്. അല്ലെ, ആ രാത്രിയിൽ പത്രോസ് തീ കായാൻ പോയത്, ഈ തണുപ്പ് മാറ്റാൻ പോയത്. പക്ഷെ ഇവിടെ ഉള്ള വിയർത്തു. നിങ്ങൾ മനസ്സിലായോ? ഇതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ഇവൻ സ്വീകരിക്കാൻ പോകുന്ന മഹാസങ്കടങ്ങളുടെ, മഹാവേദനകളുടെ ആ ഓർമ്മയിൽ തന്നെ രക്തം വിയർക്കാണ്. അതല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ ഗത്സമൻ തോട്ടത്തിൽ വേർത്ത് ആ പീഡാസഹനം ആരംഭിച്ചിട്ട് ഈശോ ഒടുവിൽ
ഈ ഓറസ്ലം നഗരിലെ സ്ത്രീകളോട് പറഞ്ഞിരുന്നുണ്ട്, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരയാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈശോ. കരയരുത് എന്ന് കരഞ്ഞവരുടെ കണ്ണീരൊപ്പിയവനാണ് അവൻ, റൈറ്റ്? പക്ഷെ അവസാനം എന്താ പറഞ്ഞു? കരയാനാ പറഞ്ഞു. നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈശോയുടെ പീഡാസഹനത്തെ മാത്രം എടുത്താൽ മതി. വിശുദ്ധ ബെർണാഡ് പറയും, ആത്മാവിന്റെ കറയകറ്റാനും മനസാക്ഷിയുടെ മുറിവുണക്കാനും പീഡാസഹന ധ്യാനത്തെക്കാൾ വലിയ ഔഷധമില്ല. അതിലേക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 രംഗങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞു. 1 മത്തായി സുവിശേഷം 27:19 പിലാത്തോസ്. 2 ലൂക്കാ സുവിശേഷം 23:40 കുരിശിലെ കള്ളൻ പത്രോസായില്ല. 3 ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 59 പത്രോസ്. ഈ 3 കഥാപാത്രങ്ങൾ വളരെ കൃത്യമായി നാം പുലർത്തേണ്ട അനുതാപത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പറഞ്ഞു. 4-ാമത്തേതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 38 മുതൽ 44 വരെയാണ്. സംഭവം നിങ്ങളിപ്പോൾ കേട്ടു. അതിലെ കടന്നു പോയവർ അവനെ ദുഷിച്ചു പറഞ്ഞു. മനുഷ്യക്കോലം പോലും ഇല്ലാണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്. അയാളെ കണ്ടിട്ട് ദുഷിച്ചു പറയണമെങ്കിൽ ഒരു മനുഷ്യനാണോ? വിശുദ്ധ ജെറോം, വേദപണ്ഡിതൻ, ബൈബിൾ പണ്ഡിതനായ വിശുദ്ധ ജെറോം ഈ പാസേജിന് കൊടുക്കുന്ന സുന്ദരമായൊരു വ്യാഖ്യാനമുണ്ട്. ശ്രദ്ധിക്കണേ. അതായത് വിശുദ്ധ ജെറോം ഓർമ്മിപ്പിക്കുകയാണ്, ഈശോ മിശിഹായുടെ അന്ത്യപ്രലോഭനത്തിൽ നമ്മളെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്. ഇത് ഈശോയുടെ അന്ത്യപ്രലോഭനമാണ്. 44-ാമത്തെ ഭാഗ്യം കഴിഞ്ഞാൽ പിന്നെ ഈശോ പിതാവിനെ വിളിച്ച് ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുകയാണ്. ഇത് ഈശോയുടെ അവസാനത്തെ പ്രലോഭനമാണ്. അതായത് 3 പ്രലോഭനങ്ങളാണ്. എത്രണ്ണമാണ്? 3. നിങ്ങൾക്കിത് കിട്ടിയോ? 1-ാമത്തെ പ്രലോഭനം, അതായത് ഈ ഫരിസേയരും പ്രമാണികളും പറയാണ്, നീ ദൈവപുത്രനാണോ തെളിയിക്കുക. എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? കുരിശിൽ നിന്ന് ഇറങ്ങി വാ. ഇനി അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം, ഇറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശിൽ കയറിയത്. അപ്പൊ ഇവര് പറയും ഇറങ്ങി വന്ന് വിശ്വസിക്കാം. വിശുദ്ധ ജെറോം പറയും, ഇതെന്താ ഈ പ്രലോഭനം എന്നറിയോ? ഈ പീഡാസഹനവും കുരിശുമരണവും സംഭവിച്ചാൽ തൻ്റെ രാജ്യം തകരുമെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നരകപിശാച് ഈ മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ അവസാന തന്ത്രമാണിത്. ഇത് സംഭവിച്ചാൽ പിന്നെ ഇവൻ തീർന്നു, ഇവന്റെ രാജ്യം അവസാനിച്ചു. ഇത്രയും ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ മരണം സംഭവിക്കരുത്. അതിനുവേണ്ടി അതിവിദഗ്ധമായിട്ട് അവൻ പറയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ് തെളിയിക്കുക എന്ന് പറയണത് ഈ കുരിശക്കടം സഹിച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ നീ ഇറങ്ങി വാ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണേ, ഉദ്ധാനമെന്ന മഹാത്ഭുതം സംഭവിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഇത്രയും ശക്തമായൊരു പ്രലോഭനത്തിലൂടെ ഈശോ കടന്നുപോയെങ്കിൽ ആരെല്ലാം അവനെ അനുഗമിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ, അവരൊക്കെയും ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. അതാണ് വിശുദ്ധ ജെറോമിന്റെ വ്യാഖ്യാനം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല മേൽഗതിയുടെയും തൊട്ടു പിന്നിൽ നിങ്ങൾ പഴച്ചു പോയൊരു ദിവസം ഉണ്ടാവും. അതായത് കറക്റ്റ് ബെല്ലടിക്കുന്നുണ്ടോ? കറക്റ്റ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരു ധ്യാനത്തില് ഒരു പെൺകുട്ടിയും കൊണ്ട് ഒരു അപ്പൻ ധ്യാനിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യത്തിൽ ആ കുട്ടി ധ്യാനിക്കുന്ന അന്ന്, ആ ധ്യാന ദിവസം, അവൾ UK പോകേണ്ട ഡേറ്റാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇടാത്ത കൊച്ചാണ്. അവളിപ്പോൾ ധ്യാനേന്ദ്രത്തിലുണ്ട്.
അവൾ യു കെക്ക് പോയില്ല. എന്താ സംഭവിച്ചെന്നറിയോ? ഇവൾക്കൊരു കാമുകനുണ്ടായിരുന്നു. നാട്ടിലാണ്. ഒരു 3 കൊല്ലം മുമ്പത്തെ സംഭവം ഞാൻ പറയാം. അവളിപ്പോഴും നാട്ടിൽ കൂടി നടക്കുന്നുണ്ട്. അക്രൈസ്തവനായ ഒരു കാമുകൻ. അപ്പനോടും അമ്മയോടും ഒന്നും ഇവള് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൾ OIT പാസ്സായി, പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു, UK പോകാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അവൻ ഇവളോട് പറഞ്ഞു, നീ ഇനി അങ്ങോട്ടൊക്കെ പോയാൽ എന്നെ മറക്കും. എനിക്ക് എന്താണ് വിശ്വസിക്കാനൊരു തെളിവ്? പറഞ്ഞു, ഞാൻ മറക്കില്ല. അവൻ പറഞ്ഞു, സമ്മതിക്കില്ല ഞാൻ. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. പറഞ്ഞു, ഓക്കെ, റെഡി. അങ്ങനെ അതിന് തൊട്ട് മുമ്പ് ആരോടും പറയാതെ, ആരാരും അറിയാതെ ഈ പെൺകുട്ടി ഇവളുടെ നാട്ടിൽ നിന്ന്, ഇവളുടെ ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു സ്ഥലത്ത് അതിരഹസ്യമായി അവളുടെ വിശ്വസ്തരായ 2 സുഹൃത്തുക്കൾ, സാക്ഷികളെ കൊണ്ടുപോയി ഇവളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഓരോ അബദ്ധം വരുന്ന വഴി അതേ ദിവസം അതേ ഓഫീസിൽ അവളുടെ നാട്ടിൽ നിന്ന് വേറൊരുത്തനും ഇതേ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് കല്യാണം. അവർ തമ്മിൽ കല്യാണം. അവൻ അവൻ്റെ ആളെ കൊണ്ട് വന്നു, ഇവൾ ഇവരുടെ ആളെ കൊണ്ട് വന്നു. ഒറ്റ ദിവസം 2 കല്യാണം. ഈ കാറ്ററിംഗുകാർക്ക് എന്തൊരു നഷ്ടമാണ്. ഞാനതാ ചിന്തിച്ചത്. എന്തൊരു നഷ്ടമാണ് എൻ്റെ ദൈവം. ആരും അറിഞ്ഞില്ല, പേരൻസ് പോലും അറിയണില്ല. പക്ഷെ ഇവന്റെ കാര്യം നാട്ടിലറിയാം. ഇവർ തമ്മിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അവനെങ്ങനെ ആഘോഷിച്ച് നടക്കുന്നത്. ഇവളുടെ കാര്യം ആർക്കറിയില്ല. അപ്പോ ഈ ഒരു വലിയ പ്രശ്നം. അപ്പോൾ ഇവള് പറഞ്ഞു, എൻ്റെ പൊന്ന്, നീ എന്നാണ് ഇവിടെ? ഞാനിവിടെ. അപ്പൊ നീ എന്നെ ഇവിടെ? ഇവന്റെ കാലം എൻ്റെ പൊന്ന് ചങ്ങാതി, ചതിക്കരുത്. ഇത് അപ്പനും അമ്മ അറിഞ്ഞിട്ടില്ല. എനിക്ക് അടുത്ത ആഴ്ച പോകാനുള്ളതാണ്. ദയവ് ചെയ്ത് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഈ വിഷയം പുറത്ത് പറയരുത്. അവൻ പറഞ്ഞു, UK പോകാന്നൊക്കെ കേട്ട് മെച്ചമുള്ള കേസാണ്. ആവശ്യം വരുമ്പോ ഒന്ന് പരിഗണിക്കുമോ? എന്ത് സഹായം ചെയ്യാം. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ ആൾക്കാർ വീട്ടിലെത്തി. ശിവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അയലോക്കത്ത് ഇവിടെ ഒരു കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഇവ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ഇവന് ഉറക്കം വരുന്നില്ല. 2 ദിവസം പിടിച്ചു നിന്നു. 3-ാം ദിവസം ഇവൻ അമ്മയുടെ അടുത്ത് അടുക്കളയിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്കൊരു കാര്യം. എന്ത്? അല്ല, വേണ്ട, ഒന്നുമില്ല. ഇവനിത് പറയാതിരിക്കാൻ പറ്റും. അമ്മ എന്തുകൊണ്ട്? നീ എന്താ മറക്കണത്? ഇവന്റെ കല്യാണം കഴിഞ്ഞു. അമ്മ ആരോടും പറയാതിരിക്കുവാണെങ്കിൽ ഞാൻ കാര്യം പറയും. എടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ നമ്മളെ വീട്ടിലെ കാര്യം നീ പറയാൻ പറ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മുടെ അയലക്കത്തെ വീട്ടിൽ അവളില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ, ആര് പറഞ്ഞു? ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. അമ്മ പറയരുത്. പിറ്റേ ദിവസം നമ്മുടെ നാട്ടിലെ കോണ്ടസ്റ്റാണ്. തൊഴിലുറപ്പുണ്ടായിരുന്നു. തൊഴിലുറപ്പെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ചടത്തിമാരെല്ലാം കൂടെ. അത് നാട്ടിൽ മുഴുവൻ പാട്ടായി. അപ്പനറിഞ്ഞു. ഇവളെ 2 ദിവസം മുറിയിൽ പൂട്ടിയിട്ടു. ഇവള് സമ്മതിച്ചില്ല. തെളിവുകളെല്ലാം വന്നു. അവസാനം ഇന്നും ഈ അപ്പൻ എൻ്റെ ഈ പള്ളിയിലെ മുറിയിൽ വന്നിരുന്നിട്ട് കരഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചോ, മക്കള് പഠിച്ച് വിദേശത്തെത്തി വീട് വെക്കാൻ കടം വീട്ടാന്ന് കിനാവ് കണ്ടൊരു മനുഷ്യനായി. ഇല്ലച്ചോ, വെറുതെ ആയിപ്പോയി. ഇനി ഇവള് വിദേശത്തും പോവില്ല, UK പോവില്ല. എന്തു വേണമെന്ന് എനിക്കറിയാം. അച്ഛനെ പറ്റുമെങ്കിൽ 1 മാസം ഇവിടെ താമസിപ്പിക്കണം. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വിടരുത്. അതിനുള്ളിൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കി ഞാൻ വരാം. എനിക്കറിയാം. ഞാനൊരപ്പനാണെങ്കിൽ എനിക്കറിയാം. അവൾ UK പോകേണ്ട ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കുരിശുമരണം എന്ന മഹാത്ഭുതം സംഭവിച്ച ഉത്ഥാനത്തിന്റെ വലിയ പ്രകാശം പരക്കാനായിട്ട് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ, ജീവിതത്തിന്റെ നിർണായക സമയത്ത് ഈ മേൽഗതി വരാതിരിക്കാൻ നരകപിശാച് അത്രമേൽ കുതന്ത്രം പ്രയോഗിച്ച്
നമ്മളെ സമീപിക്കുന്നതാണ്. ഈശോയുടെ അന്ത്യപ്രലോഭനം ധ്യാനിച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മേൽഗതിയുടെ തൊട്ടരികിലെത്തുമ്പോ ആ മേൽഗതി കിട്ടിയാൽ നീ ദൈവത്തെ വിളിക്കും, നീ രക്ഷപ്പെടുമെന്നറിയാവുന്ന നരകപിശാച് നിനക്ക് പറ്റിയ രൂപത്തിൽ നിനക്ക് വേണ്ടി മാത്രമായി ചില പ്രലോഭനങ്ങൾ അനുവദിക്കും. എസെക്കിയേൽ 38:10 ആ നേരത്ത് ഒരു ദുഷിച്ച പദ്ധതി നീ ആലോചിക്കും, നീ ചെയ്യും, നശിക്കും. അതിനുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈശോയുടെ അന്ത്യപ്രലോഭനം ധ്യാനിച്ചത്? നമുക്കിങ്ങനൊരു വിവേകം ഉണ്ടാവണ്ടേ? ഈശോ എന്താണ് ചെയ്തത്? ഇപ്പൊ ഈശോയ്ക്ക് ഒരു ചാൻസ് ആയിരുന്നു, അത് ഇറങ്ങി ഇപ്പൊ വിശ്വസിക്കുന്നല്ലേ പറഞ്ഞു. ചാടായിരുന്നു, ചാടിയോ? ഇല്ലല്ലോ. ഇവരെ വിശ്വസിക്കാൻ വേണ്ടി കുരിശേ കയറിയപ്പോ ഇവര് തന്നെ പറയുകയാണ് ഇറങ്ങി വന്ന ഇപ്പൊ വിശ്വസിക്കാമെന്ന്. അത്ഭുതങ്ങൾ ഒരാവർത്തി കണ്ടവർ ഇനി ഇറങ്ങി വന്നാലും വിശ്വസിക്കില്ല എന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ തന്റെ പിതാവിനോടുള്ള പരിപൂർണ വിശ്വസ്തതയിൽ ആ കുരിശിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കടന്നതാണ് അവന്റെ വിശ്വസ്തത. അതാണ് നിത്യപിതാവ് അവനെ കരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് ഉദ്ധാനത്തിന്റെ മഹാത്ഭുതങ്ങൾ. അല്ലെ, ശരിക്കും വിശ്വസിക്കാനായിരുന്നെങ്കിൽ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നതിനേക്കാൾ അത്ഭുതമല്ലേ കല്ലറയെന്ന് പൊന്തി വരണത്? ആ കല്ലറയെന്ന് പൊന്തി വന്നപ്പോ ഈ പ്രമാണിമാരും വന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മേൽഗതിയുടെ തൊട്ട് തലേന്ന് നമ്മൾ ജയിക്കേണ്ട ചില പ്രലോഭനങ്ങളുണ്ട്, നമ്മൾ എഴുന്നേക്കേണ്ട ചില പാപ സാഹചര്യങ്ങളുണ്ട്, നമ്മൾ മാപ്പ് ചോദിച്ച് കുമ്പസാരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട പല മേൽഗതിയുടെയും തൊട്ട് തലേന്ന് നമ്മൾ പിഴച്ചു പോയേക്കാവുന്നൊരു ദിവസം ഉണ്ടെന്ന് കൂട്ടിക്കും. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. ചിരിച്ചോട് പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഞാനിപ്പോൾ ഈശോയുടെ അന്ത്യപ്രലോഭനത്തെ കുറിച്ച് പറഞ്ഞത്? നമുക്കൊരു ജാഗ്രത വേണ്ടേ? നമുക്കൊരു ഒരു ചിന്ത വേണ്ടേ? ആ നേരത്തെ എസെക്കിയേൽ 38:10 ആ നേരത്തെ ഒരു ദുഷിച്ച പദ്ധതി ആലോചിക്കേണ്ടവരല്ലോ നമ്മൾ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം ക്ലിയറാണോ? അടുത്ത വചനം കേട്ടെ. ഇപ്പൊ 4 എണ്ണം കഴിഞ്ഞു. ഓർമ്മയുണ്ടോ? 1 പീലാത്തോസ്, 2 കുരിശിലെ കള്ളൻ, 3 പത്രോസ്, 4 ഈശോയുടെ അന്ത്യപ്രലോഭനം. അടുത്തത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം. മത്തായി 26:49. വചനം ഇങ്ങനെയാണ്: അപ്പോൾ യൂദാസ് അവൻ്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ആണ് വചനം. യൂദാസ് എന്ന കൂടപ്പിറപ്പിനെ പോലെ കൂടെ കരുതിയ പൊന്നു ചങ്ങാതിയുടെ ചക്കരമുത്തം കൊണ്ട് ചതിക്കപ്പെടുകയാണ്, ഒറ്റുകൊടുക്കപ്പെടുകയാണ്. അതായത് നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഈ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 49 നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ യൂദാസിന് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ അവനെ പ്രചോദിപ്പിച്ച കാരണം എന്താണെന്നറിയണം. ശ്രദ്ധിക്കണേ. അതായത് ബൈബിളിൽ ഏറ്റവും സുന്ദരമായ രംഗമാണ് എന്ത്? ഒരു കൊച്ചു അമ്മയുടെ അടുത്ത് നിന്ന് അമ്മ ഉമ്മ കൊടുക്കണത് പോലെ 3 വർഷം കൂടെ നടന്നവനെ അടുത്ത് എന്നിട്ട് ഈശോ സ്തുതിയായിരിക്കട്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. കാഴ്ചയിൽ ഏറ്റവും സുന്ദരമാണത്. പക്ഷെ അതിന്റെ സത്യം അറിയുമ്പോൾ ചങ്കുള്ളൂ. അതാണ് ഈ വചനത്തിന്റെ കുഴപ്പം. അങ്ങനെയെങ്കിൽ എന്താണ് യൂദാസ് ചെയ്ത് പ്രയോഗം? അതാണ് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 15. എന്താ വാക്യെന്നറിയൂ? ഞാൻ അവനെ ഒറ്റ കൊടുത്താൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? പുറമെ സുന്ദരമായൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവൻ ഉള്ളിൽ അടക്കി പിടിച്ച എന്താണ്? അവന്റെ ധനമോഹം, അവന്റെ സ്വാർത്ഥത, അവന്റെ സ്വകാര്യ നേട്ടം, കാപട്യം. ഈശോ മിശിഹ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏറ്റവും അധികം കലഹിച്ചത് കപടതയോടാണ്. ഈശോ പറഞ്ഞെന്താണ്?
നിങ്ങൾ ഹെറോദിന്റെ പുളിപ്പിനെ സൂക്ഷിക്കണം. ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിപ്പിനെ എന്താ ഹെറോദിന്റെ പുളിപ്പ്? ആരായിരുന്നു ഹെറോദ്? ഹെറോദ് ഒരു ഭക്തനൊക്കെ ആയിരുന്നു. നമ്മൾ മർക്കോസ് 6 വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്നാപകൻ ഒരു പ്രവാചകനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഹെറോദ് സ്നാപകനെ വിളിക്കുകയും അവൻ പറയുന്നതെല്ലാം കേൾക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാന്റെ കൺവെൻഷൻ കൂടിക്കൊണ്ടിരുന്ന ആളായിരുന്നു ആര്? ഹെറോദ്. പക്ഷേ ഈ സ്നാപകന്റെ കൺവെൻഷൻ കൂടുന്ന അതേ ഹെറോദ് അതേ സമയം സലോമിയുടെ ഡാൻസ് കാണാനും സലോമിയുടെ കൊച്ചിന്റെ നൃത്തം കാണാനും പോവുമായിരുന്നു. മനസാക്ഷിക്കടിയില്ലാത്ത വിശ്വാസം. ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 12, ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. യഹൂദന്മാരെ അനുതാപം കാണിക്കാൻ വേണ്ടി വസ്ത്രം വലിച്ചു കീറുമായിരുന്നു. അപ്പൊ ദൈവം പറഞ്ഞു, അതല്ല, ഈ നാട്യങ്ങൾ അവസാനിപ്പിക്കുക. വെളിപാട് പുസ്തകം 2:4, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിക്കേ. അതുകൊണ്ട് ഉണരുക. എന്തെന്നാൽ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രവർത്തികളൊന്നും പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. എപ്പോഴാണ് നിന്നെ പിടികൂടുക എന്ന് നീ അറിയുകയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഞാൻ അച്ഛനായിട്ട് എൻ്റെ കൊച്ചച്ഛനായിട്ട് ആദ്യത്തെ പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കിയൊരു സംഭവം. അവിടെ പട്ടം കിട്ടിയിട്ട് 1 മാസമായിട്ടുള്ളൂ. എന്നുവെച്ചാൽ പണി പഠിച്ചു വരുന്ന പ്രായം, മേസ്തിരി ആയിട്ടില്ല, മൈക്കാടാണ്. എന്താണ് എല്ലാം ഇങ്ങനെ നോക്കിയും കണ്ടും ചെയ്യാണ്. വികാരിച്ചിനെ എങ്ങനെ കുർബാന ചൊല്ലേണ്ടത്, ഒപ്പീസ് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ഹന്നം വെള്ളം തളിക്കേണ്ടത്, മരിച്ചിടക്കൊന്നും ചെയ്യാനായിട്ട് പക്വതയായിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞു പോകും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, എന്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ മരിച്ചിടക്കോ, അങ്ങനെ ഒരു പേടിയുള്ള സമയം. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്ന ആ 1 മാസം ആയപ്പോൾ എൻ്റെ ആ പള്ളിയിൽ ഒരു 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ആക്സിഡൻ്റ് ആയിരുന്നു. ഇവൻ്റെ അടക്ക് നടത്താൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട്. ഒത്തിരി അച്ഛന്മാർ വന്നിരുന്നു. പക്ഷേ അന്ന് ഒരു തിരക്കുള്ള ദിവസമായിരുന്നു, ഒരു പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു. കുറേ അച്ഛന്മാർ വന്ന് ഒപ്പീസൊക്കെ ചൊല്ലിപ്പോയി. അടക്കിൻ്റെ സമയത്ത് ആരും ഉണ്ടായില്ല. ഇപ്പം ഞാൻ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ അന്ന് പിതാവിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകണം. ഞാൻ വികാരിച്ചനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛൻ എനിക്ക് പറ്റില്ല, എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ കരഞ്ഞ് ഈ പ്രാർത്ഥന മുഴുവൻ ആര് ചൊല്ലും? വികാരിച്ച് പറഞ്ഞു, കൊച്ചച്ഛനങ്ങ് കൊഞ്ചൊന്നും വേണം. ഞാൻ കൊഞ്ചുമല്ല അച്ഛൻ, കെഞ്ചുമാണ്. കാരണം എനിക്കിത് തന്നെ ചെയ്തൊരു ധൈര്യമില്ല. ഞാനും ഇങ്ങനെ അച്ഛൻ അങ്ങനെ പഠിച്ചെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ പഠിക്കണമെന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമമായി. അത് മാത്രം ഈ പുള്ളിക്കൊരു നിർബന്ധമുണ്ട്, മരിച്ചിടക്കിന് ചരമ സന്ദേശമൊക്കെ പറയണം. ഇവിടെ പോയിട്ട് എന്നാ എല്ലാവരും ഇരുന്ന്, അതായത് ഇവൻ ഒറ്റ മകനാണ്, ഒരു മകനേ ഉള്ളൂ ആ കുടുംബത്തിൽ. അവനാണ് ഈ മരിച്ചു കിടക്കണത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഇവൻ്റെ അപ്പൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതെന്നറിയോ, അച്ചോ 11 കൊല്ലം കാത്തിരുന്ന് കിട്ടിയത് അച്ചോ. എന്തിനാണ് ഞാൻ ഒരു ഐസക് എന്ന് പേര് കൊടുത്തതെന്നറിയോ? കർത്താവ് കത്തി വെക്കാത്ത കൊച്ചല്ലേ ഐസക്. പോയില്ലേ ഞാനിങ്ങനെ അന്റണീച്ച നീ മരിച്ചെടുക്ക് നടത്താനുള്ളതാണ് ഉള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ കെട്ടിപ്പിടിച്ച് വരാണത്. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരച്ഛൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. അതായത് ഇത് ആദ്യത്തെ അടക്കാണല്ലേ. ഈ ചേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഒരുങ്ങിയ പ്രസംഗം മറന്നുപോയി. ഞാനിങ്ങനെ ഈ അടക്ക നടത്തുകയാണ്. അങ്ങനെ ഞാൻ ഇന്നും ആ പ്രസംഗം ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ മരിച്ചു കിടക്കുന്ന ഈ 16 വയസ്സുകാരൻ്റെ തൊട്ട് മുമ്പിൽ ഇവൻ്റെ അമ്മ ഇരിപ്പുണ്ട്. അമ്മ വീൽ ചെയറിലിരിക്കുകയാണ്. ഇവരെല്ലാം അപകടത്തിൽപ്പെട്ടവരാണ്. അപ്പനൊരു കുഴപ്പമില്ല. അമ്മയുടെ ഒരു കൈ മുറിച്ച് കളഞ്ഞിങ്ങനെ പൊതിഞ്ഞു വെച്ച് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുകയാണ്, ഇരുത്തിയേക്കാണ്. ഇവർ നല്ല വിശ്വാസികളായിരുന്നു. അപ്പനടുത്ത് അമ്മേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിപ്പുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ, നമ്മളിവനെ ഇത്രയും സുന്ദരമായി അലങ്കരിച്ച് പറഞ്ഞു വിടുമ്പോൾ ഒരു വലിയ സംഘം ഇവനെ സ്വീകരിക്കാൻ വരുന്നത് മാത്രം കാണാം. അപ്പയുടെ അടുത്തല്ലേ പോണത്, അപ്പ സ്വീകരിക്കുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. 2 മിനിറ്റ് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാനിത് പറഞ്ഞു തീരാൻ തുടങ്ങുമ്പോൾ
ഈ വീൽ ചെയറിലിരിക്കുന്ന അമ്മയ്ക്ക് ആരോഗ്യമുള്ള ഒരു കൈയുണ്ട്. ആ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഫാദർ ആ മൈക്ക് തരാമോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ ഉറക്കം പിടിച്ചോട്ടാ, എന്തിനാണ് ഇപ്പൊ ചേച്ചിക്ക് മൈക്ക്? അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ? ദൈവമേ, ഇത് ആരോട് ചോദിക്കും? ഞാൻ കപ്പ്യാരോട് ചോദിച്ചു. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കുറെ. പുള്ളി 10-40 കൊല്ലമായിട്ട് കപ്പ്യാരാണ്. കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, കൊടുക്കച്ചാ കൊടുക്കാം, പുള്ളിക്കൊരു ആക്ഷനൊക്കെ ഉണ്ട്. അതാണ് കപ്പ്യാർ. കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ എനിക്കിടയില്ല. എന്തൊരവസ്ഥയാണത്. ഞാൻ അവസാനം മൈക്ക് കൊടുത്തു. ഇന്നും ആ സ്ത്രീ പറഞ്ഞ വാക്കെൻ്റെ ചങ്കിൽ മുഴങ്ങുന്നുണ്ട്. അത് പറഞ്ഞിങ്ങനെയാണ്, അച്ചോ 11 വർഷം കാത്തിരുന്ന് ഒരുപാട് സർജറികളൊക്കെ കഴിഞ്ഞിട്ട് നിധി പോലെ കിട്ടിയതാച്ചോ ഇപ്പൊ ഇല്ല. എനിക്കറിയില്ല എൻ്റെ ഈശോയുടെ ഹിതം എന്താണെന്ന്. പക്ഷെ സമ്മതിച്ചോ, കൊണ്ടുപോട്ടെ, എനിക്ക് പരാതിയില്ല അച്ചോ. അച്ഛനത് പറയണം. ഇതാ ഈ സ്ത്രീ പറഞ്ഞത്, എനിക്ക് പരാതിയില്ല അച്ചോ. മൈക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയൊരു പ്രസംഗം അവിടെ മുഴങ്ങി. അടക്കെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഈ അമ്മ ഇത് പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. അമ്മ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പെട്ടി കിടക്കുന്ന ഈ മകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇവന്റെ കൈയും കാലും മുഖമൊക്കെ എനിക്ക് കാണാം. ഈ ഡെഡ് ബോഡിയെ നോക്കിയാൽ ഒരു ആക്സിഡന്റിൽ മരിച്ചതിന്റെ യാതൊരു ലക്ഷണമില്ല. അവന്റെ കയ്യിൽ മുറിവില്ല, മുറിപ്പാടുകളില്ല. അവന്റെ മുഖത്തോ ശിരസിലോ കാലിലോ ഒരു ക്ഷതങ്ങളും പടുക്കളും ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും, അപകടത്തിൽ മരിച്ച ആളാണ്. ഇവൻ എങ്ങനെ മരിച്ചത്? എന്താണ് ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ഇവന്റെ മരണകാരണം എന്താണ്? കണ്ടിട്ട് ഒരു അപകടം, നമ്മൾ എത്രയോ മരിച്ച അടക്കുകളിൽ അപകടത്തിൽപ്പെട്ടവരെ നടത്തി. അപ്പോൾ എന്താണ് ഈ ചോരപ്പാടുകളോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സൂചനകളുണ്ട്. ഇതൊന്നുമില്ല. ഇവനൊരു മാലാഖയെ പോലെ കിടക്കാണ്. ഈ അടക്കിന് ശേഷം ഞാൻ ഇവൻ്റെ ഒരു കസിനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, എടാ അവനെ കണ്ട ഒരു അപകടത്തിൻ്റെ ഒരു പരിക്കില്ലടാവേ, സത്യത്തിൽ എന്താ പറ്റിയെന്ന്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഈ അപകടം നടക്കുമ്പോൾ ഇവന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മുറിവോ ഒടിവോ ചതവോ ഇവൻ ബോധം കെട്ടുപോയി. ഇന്റേണൽ ബ്ലീഡിങ് കണ്ടുപിടിക്കാൻ വൈകിപ്പോയതാണ് ഇവന്റെ മരണകാരണം. അതായത് ഒരു റിപ്പ് ഒടിഞ്ഞ് കയറി ഈ ഉള്ളിലെ ബ്ലീഡിങ്ങും നിലയ്ക്കാത്ത രക്തപ്രവാഹം ഇത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല. കാരണം ആ ഒരു ഇടിയുടെ ആഘാതത്തിന് ഉള്ളിലാണ് മുറിവ് പറ്റിയത്, പുറത്തൊരു കുഴപ്പമുണ്ടായില്ല. അന്ന് വൈകിട്ട് വികാരിച്ചൻ്റെ കൂടെ സായാഹ്നത്തിലെ പ്രാർത്ഥനയ്ക്ക് പള്ളിയിലിരിക്കുമ്പോൾ, ഈ സായാഹ്ന പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ മുഖം മാറുന്നില്ല. ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിങ്ങനെ ഉള്ളിൽ പറഞ്ഞു, എന്തിനാ ഇതിങ്ങനെ കുറേ നേരം ആയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ, എന്തിനാ ഞാനിത് കണ്ടുകൊണ്ടിരിക്കണത്? പക്ഷെ എൻ്റെ ഉള്ളിൽ ആ സമയത്തുണ്ട് ഒരു ആത്മീയ ബോധ്യം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ട്, എന്തിനിത് കണ്ടോണ്ടിരിക്കുന്ന അറിയൂ, ഇത് നിന്റെ അവസ്ഥയല്ലേ? അവനെ കണ്ടിട്ട് അപകടത്തിൽ മരിച്ചു നിനക്ക് തോന്നിയില്ലല്ലോ, പുറമെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇതല്ല നമ്മുടെ അവസ്ഥ. അതായത് നിന്റെ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും നിന്റെ വിശ്വാസം ഒഴുകിപ്പോവുകയും നിന്റെ വിശുദ്ധി ഒലിച്ചിറങ്ങുകയും നിന്റെ പുണ്യങ്ങളുടെ ജീവകോശങ്ങൾ മരവിച്ചു പോവുകയും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ നാഡീ ഞരമ്പുകൾ സ്പന്ദനം നിലക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ദുരന്തം. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതൊന്നും സംഭവിക്കാത്തവരെ പോലെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. നിന്റെ ആത്മീയതയുടെ ഞരമ്പ് മുറിയുകയും നിന്റെ വിശുദ്ധി ഒലിച്ചിറങ്ങുകയും നിന്റെ വിശ്വാസം ഒഴുകിപ്പോവുകയും നിന്റെ പുണ്യങ്ങളുടെ ജീവകോശങ്ങൾ മരവിച്ചു പോവുകയും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ നാഡീ ഞരമ്പുകൾ സ്തംഭിച്ചു പോയിട്ടും ഇതൊന്നും സംഭവിച്ചതുപോലെ, ഇതൊന്നും സംഭവിക്കാത്തതുപോലെ ജീവിക്കാൻ നമ്മൾ പഠിച്ചു. കാപട്യമാണ്. എല്ലാം ഭംഗിയാണ് എന്ന് നീ അഭിനയിക്കുമ്പോഴും ചങ്ക് തുറന്നു നോക്കിയാൽ ദൈവം നിന്റെ കണ്ണിലേക്ക് നോക്കി, മക്കൾ ഒന്നും ഭംഗിയല്ല കേട്ടാ. നമ്മൾ എത്രയോ കപടമായി ജീവിക്കാൻ പഠിച്ചു, നമ്മൾ എത്രയോ ഭംഗിയായിട്ട് അതാണ് നമ്മൾ യൂദാസിനെ കാണുന്നത്. കാഴ്ചയിൽ സുന്ദരമായ രംഗമാണ്. അവന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബിച്ചു. പക്ഷേ അതിന്റെ പിന്നിൽ അവന്റെ ഉള്ളിൽ കിടന്ന ലക്ഷ്യം
ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തന്ന നിങ്ങൾ എനിക്ക് എന്നാ തരും? ഈശോ മിശിഹ ഏറ്റവും കലഹിച്ച പാപം, ഈശോ മിശിഹ ഏറ്റവും അധികം വെറുത്ത പാപം 2 തിമോത്തി 3:5. അന്തിമ നാളുകളിൽ ദൈവഭക്തിയില്ലാത്ത മനുഷ്യരുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത വാക്യം. അവർ ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ച് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് നീ അകന്ന് നിൽക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ നാട്യങ്ങളാണ്. നമ്മൾ കാണുന്നത് മുഴുവൻ അതാണ്. നമ്മൾ കണ്ടില്ല ജെറമ്യ 15:5. ആര് നിന്നോട് ദയ കാണിക്കും? ആര് നിന്നോട് സഹതാപം പ്രകടിപ്പിക്കും? ആര് നിന്റെ ക്ഷേമം അന്വേഷിക്കും? ദയ കാണിച്ചു ഞാൻ മടുത്തു. അവരുടെ ഉറ്റവരുടെ വേർപാടിലുള്ള വേദന ഞാൻ അവരിൽ ഉളവാക്കി, എന്നിട്ടും അവർ എന്നിലേക്ക് തിരിഞ്ഞില്ലല്ലോ. നമ്മൾ ഈ തമ്പുരാന്റെ സന്നിധി വന്നിട്ട് മുട്ടുകുത്തി ആവർത്തിക്കേണ്ട ഒരു പ്രായശ്ചിത്തമാണ്. ദാവീദൊക്കെ ഇങ്ങനെ ചങ്കത്ത് വെച്ച് കരയുന്നില്ലേ? എൻ്റെ പാപം. 51 സങ്കീർത്തനത്തിന്റെ 3. എൻ്റെ പാപങ്ങൾ എപ്പോഴും അങ്ങയുടെ കൺമുമ്പിലുണ്ടല്ലോ. അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. ഹിസോപ്പ് കൊണ്ടെന്നെ കഴുകണം എന്ന് പറഞ്ഞാൽ മനസ്സ് തട്ടി പാപങ്ങൾ ഓർത്ത് നിന്റെ ജീവിതത്തിന്റെ കപടതയ്ക്കും പാപച്ചേറ് പിടിച്ച നാട്യങ്ങൾക്കും അപ്പുറത്ത് എത്ര നാളായി എൻ്റെ ദൈവമേ എന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് കുമ്പസാരിച്ചിട്ട് പറഞ്ഞ ഹല്ലേലൂയ. ഓ, ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. 3 തരത്തിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഉറക്കം വരുന്നവര് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നില്ല. ഈശോയെ, എഴുന്നേക്കണം. അടുത്തോ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ തുടരും. നമുക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്.